അസ്സലാമലൈക്കും. എന്തൊക്കെ വിശേഷം? അൽഹംദുലില്ലാ, ഇവിടെ റാഹത്താണ്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഇന്ന് ജനുവരിയിൽ എണ്ണ വാങ്ങി പോയിട്ട് പിന്നെ കുറച്ച് ആൾക്കാരെ പിന്നെ നമ്മളിത് വാങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് മാറിയില്ല. ചിലർ പറഞ്ഞു നമ്മളോട് നീരിറക്കത്തിൻ്റെ ചെറിയ പ്രശ്നം വന്ന് അപ്പോൾ ഞങ്ങൾ നിർത്തി എന്നൊക്കെ. അവരൊക്കെ വാങ്ങിപ്പോയിട്ടുള്ള ഒരു 100 മില്ലിൻ്റെ ബോട്ടിലാണ്. അപ്പോൾ ഞാനിത് സ്ഥിരം നമ്മളേക്കന്ന് എണ്ണ വാങ്ങണ ആൾക്കാർക്കുള്ള വീഡിയോ അല്ല, പുതുതായിട്ട് ഇനി നമ്മളേക്കന്ന് വാങ്ങണ ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു എണ്ണയാണ് യൂസ് ചെയ്യണത്. എണ്ണയിൽ മരുന്നിട്ടിട്ട് കാച്ചിട്ട്, എണ്ണയിലുള്ള വെളിച്ചെണ്ണയിൽ മരുന്നിട്ട് കാച്ചിട്ടുള്ള ഒരു ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ നമ്മളൊരു ഇഞ്ചക്ഷൻ അടിക്കുക, ഒരു ഗുളിക കഴിക്കുക ഒന്നുമല്ല നമ്മൾ ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനുള്ളൊരു സമയം നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു ചെറിയൊരു 100 ബോട്ടിൽ എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ 15 ദിവസം തേക്കാനുണ്ടാവും, പെണ്ണുങ്ങൾക്കാണെങ്കിൽ 10 ദിവസം തേക്കാനുണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലിലുള്ള സാധനം തേച്ചിട്ട് മാറിയിട്ടില്ല എന്ന് പറഞ്ഞ ഒരു ബോട്ടിലും കൂടി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം ചിലർക്ക് 10 ദിവസം വേറൊക്കെ ഈ മരുന്നിട്ട് കാച്ചിയ എണ്ണ വേറെ തേച്ചതാണെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമ്മളെ തലേന്ന് പോയിട്ട് ഈ എണ്ണൻ്റെ മരുന്ന് പിടിച്ച് വന്നിട്ടൊക്കെ വേണം. അപ്പോൾ അതിൻ്റേതായ ഒരു സമയം എടുക്കും. അപ്പോൾ ചിലപ്പോൾ ഒരു മാസമൊക്കെ പിടിച്ചെന്ന് വരും. അപ്പോൾ അതൊന്നും ഇതാക്കാതെ ചെറിയൊരു ബോട്ടിൽ, ഒരു 100 മില്ലിൻ്റെ ബോട്ടിൽ വാങ്ങിയിട്ട് അത് തേച്ചിട്ട് മാറിയില്ല എന്നും പറഞ്ഞിങ്ങാണ്ടതായിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് നീരിറക്കത്തിൻ്റെ പ്രശ്നമൊന്നും വരില്ല. മരുന്ന് നമ്മൾ അതിൻ്റേതായതൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ ഒരു എണ്ണമെന്ന് വേറെ എണ്ണമക്ക് മാറുമ്പോൾ ഒരു ചേഞ്ചിങ്ങിൻ്റെ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് വിളിക്കുക, അല്ലെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കുക ചെയ്താൽ മതി. അതിനുള്ള റിപ്ലൈ തരും. ഇനിയിപ്പോൾ ഒരു ദിവസം 10 പ്രാവശ്യങ്ങൾ മെസ്സേജ് അയച്ചിട്ട് വെച്ചപ്പോൾ നമുക്ക് പ്രശ്നമില്ല, നമ്മളതിന് റിപ്ലൈ തരും. പക്ഷേ പിന്നെ ഇനി എന്താ താത്ത വിചാരിക്കുക, ഞാൻ ഇപ്പോൾ ഒരു പ്രാവശ്യം വിളിച്ചില്ല, ഇനി വിളിച്ച് ചോദിക്കുമ്പോൾ ഇന്നലെ വിളിച്ചതാണ് ഇന്ന് വിളിക്കുക, അപ്പോൾ എന്താ താത്ത, അതൊന്നും ചിന്തിക്കണ്ട. നമ്മൾ എപ്പോൾ നിങ്ങൾ വിളിച്ചാലും നിങ്ങൾക്കുള്ള സംശയം നമ്മൾ തീർത്ത് തരും കേട്ടോ. പക്ഷേ നിങ്ങൾ വിളിക്കാതിരിക്കുക, നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾ നിർത്തുക ചെയ്യരുത്. നമ്മളേക്കൊന്ന് മരുന്ന് വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും അത് നമ്മളോട് വിളിച്ച് പറയാം. എന്നിട്ട് നമ്മളോട് ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു തരും. അല്ലാതെ നിങ്ങൾ നിർത്തരുത്. കാരണം മൈഗ്രെയിൻ ആണ് 100% മാറും. പിന്നെ ഒരു ബോട്ടിൽ വാങ്ങിങ്ങാണ്ട് മാറിയിട്ടില്ല എന്ന് പറഞ്ഞിങ്ങാണ്ടോ, അല്ലെങ്കിൽ നീരിറക്കത്തിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിങ്ങാണ്ടോ, അല്ലെങ്കിൽ മുടി കൊയ്യുണ്ട് താരന് കൊണ്ടപ്പോൾ ഞങ്ങൾ നിർത്തി അങ്ങനെ പറയും. കാരണം ഈ താരൊന്നും നമ്മളെ എണ്ണ തേച്ച് കുളിച്ചിട്ട് വരുന്നതല്ല സംഭവത്തിൽ. അതെന്താണെന്ന് വെച്ചാൽ പൊതുവേ നിങ്ങൾക്ക് താരനുണ്ട്. അപ്പം നമ്മളെ എണ്ണ ഇങ്ങനെ തട്ടുമ്പോൾ അത് ഫുള്ളായിട്ട് പുറത്തേക്ക് ചാടണം. അതാണ് അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും നമുക്ക് താരം വരും, പക്ഷെ അതല്ല. അപ്പോൾ അത് ഫുള്ളായിട്ട് പുറത്തേക്ക് പോയതിന് ശേഷം പിന്നെ സ്റ്റോപ്പ് ആവും. അതിന് നിങ്ങളെ മുടിക്ക് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ മുടി